നമസ്കാരം. ഈ വർഷം റെക്കോർഡ് വർധനവാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. അടുത്ത വർഷവും സമാനമായ കുതിപ്പായിരിക്കും മഞ്ഞലോഹത്തിന് സംഭവിക്കുക. ഇപ്പോൾ സംഭവിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പറയുന്ന കാര്യങ്ങളാണ് വിലയിരുത്തുന്നതും. വിലയിൽ 5% മുതൽ 20% വരെ വർധനവുണ്ടാകുമെന്നാണ് പലരുടെയും വിലയിരുത്തൽ. നിലവിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് ഏകദേശം $4184 ഈ വർഷം മാത്രം ഏകദേശം 60% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണ്ണത്തിന് ഏകദേശം 1.3 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ വില. ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനം അനുസരിച്ച് അടുത്ത വർഷം സ്വർണ്ണവില ഔൺസിന് $5000 വരെ ഉയർന്നേക്കാം. നിലവിലെ നിലവാരത്തിൽ നിന്ന് ഏകദേശം 19% വർധനവാണ് ഉള്ളത്. വർദ്ധിച്ചു വരുന്ന US കമ്മീറ്റ് ചിലവുകളും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസാധാരണമായ മാക്രോ നയങ്ങളും ഈ മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് ബാങ്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. 2026 സ്വർണ്ണവില $4950 എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഡച്ച് ബാങ്ക് പ്രവചിക്കുന്നത്. അതായത് നിലവിലെ ശതമാനം എടുത്തു നോക്കിയാൽ ഏകദേശം 18% വർധനവുണ്ടാകും. അടുത്ത വർഷം വില ഏകദേശം $4450 ആയിരിക്കുമെന്നും അവരുടെ അടിസ്ഥാന പ്രവചനമുണ്ട്. കേന്ദ്ര ബാങ്കുകളിൽ നിന്നും ETF നിക്ഷേപകരിൽ നിന്നുമുള്ള ആവശ്യം ശക്തമായി തുടരാനും സാധ്യതയുണ്ടെന്നും ഇത് സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിക്കുമെന്നും തന്നെ ബാങ്ക് അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ ഇക്വിറ്റി വിപണിയിൽ കുത്തനെ ഇടിഞ്ഞാലോ ഫെഡറൽ ബാങ്ക് നിരക്ക് കുറച്ചാലോ അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയ പിരിമുറക്കങ്ങൾ കുറഞ്ഞാലോ സ്വർണ്ണവില കുറയാമെന്നുകൂടി ഡച്ച് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയതിലൂടെ അറിയാൻ സാധിക്കുന്നു. അടുത്ത വർഷം അവസാനത്തോടെ സ്വർണ്ണവില $4900 ഉയരാമെന്ന് ഗോൾഡ്മാൻ സാച്ചസ് ഗ്ലോബൽ കമ്മോഡിറ്റീസ് റിസർച്ചിന്റെ സഹമേധാവി ഡാൻ സ്ട്രൂവൻ പ്രവചിച്ചു. വർദ്ധിച്ചു വരുന്ന കേന്ദ്ര ബാങ്കുകളുടെ ആവശ്യവും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയുമാണ് ഈ സാധ്യതയ്ക്ക് പ്രധാനമായും പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയുടെ കരുതൽ ശേഖരം മരവിപ്പിച്ചതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ബാങ്കുകൾ തന്നെ സ്വർണം വാങ്ങുന്നത് വർദ്ധിപ്പിച്ചു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നത്. ഫെഡറൽ റിസർവ് അടുത്ത വർഷം ഏകദേശം 75 ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നും മറ്റ് കേന്ദ്ര ബാങ്കുകൾ ഇത് പിന്തുടരാൻ സാധ്യതയുണ്ടെന്നും തന്നെ സ്ട്രൂവൻ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായ അംഗീകാരങ്ങളും അതുപോലെ തന്നെ സൂചനകളും ലഭിക്കുന്നു. കുറഞ്ഞ നിരക്കുകൾ പണപ്പെരുപ്പ ആശങ്കകളും നിക്ഷേപകരെ സ്വർണം വാങ്ങാൻ പ്രേരിപ്പിക്കുമെന്നും സ്വകാര്യ നിക്ഷേപകരും ഈ ഡിബേറ്റ്സ്മെന്റ് ട്രേഡിനെ ഇതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ തന്നെ കാരണക്കാരായേക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നുണ്ട്. ഡിബേറ്റ്സ്മെന്റ് ട്രേഡ് എന്ന് പറയുന്നത് തന്നെ SHSBCയുടെ കാഴ്ചപ്പാട് കൂടുതൽ യാഥാസ്ഥിതികമാക്കുന്നു. 2026 സ്വർണ്ണവില $3600 മുതൽ $4400 വരെയാകുമെന്നും അവരുടെ പ്രവചനമുണ്ട്. നിലവിലുള്ള ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും താരിഫുകളും വിപണിയിലെ ചാഞ്ചാട്ടവും ഫെഡറൽ റിസർവ് നയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ അടുത്ത വർഷം നിലനിൽക്കാനാണ് സാധ്യതയെന്ന് തന്നെയാണ് SHBC പറയുന്നത്. 2026 പകുതിയോടെ സ്വർണത്തിന്റെ ലഭ്യത വർദ്ധിക്കുകയും ഭൗതിക ഡിമാൻഡ് കുറയുകയും വില $4000 മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ കേന്ദ്ര ബാങ്കുകൾ വാങ്ങൽ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ നേട്ടങ്ങൾ മന്ദഗതിയിലാകുമെന്ന് തന്നെ പ്രവചിക്കുന്നുണ്ട്.